ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. പാവങ്ങളുടെ പക്ഷത്ത് നിന്ന, സഭയിലൂടെ ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച വലിയ ഇടയൻ്റെ മനസ്സറിയുന്ന ഒരു ശുശ്രൂഷ ഇക്കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരുടെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗണിലുള്ള ഹോളി ഫാമിലി ചർച്ചിൽ നടന്നു. എൻ്റെ ഈ എളിയ സഹോദരൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിൻ്റെ വചനം അവിടെ മാംസം ധരിക്കുകയുണ്ടായി. രാവിലെ 9 മണി മുതൽ 1 മണി വരെ വാക്കുകൾക്കപ്പുറം കരങ്ങൾ കൊണ്ട് വചനം ജീവിച്ച അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി, അതായത് ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വിരുന്നുശാലയിലേക്ക് സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ കണ്ണൂർ സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മുഖമുള്ളവർ വരാൻ തുടങ്ങി. 100ഓളം സഹോദരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. രാവിലെ അവർ വന്നപ്പോൾ തന്നെ ഈ വന്ന ക്രിസ്തുവിൻ്റെ മുഖമുള്ള ആളുകളുടെ പാദം അവർ ചുംബിച്ചു. എന്നിട്ട് ഒരു തോർത്തിട്ട് ചേർത്ത് പിടിച്ച്, നീ എൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും, അതിൽ അൽമായരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, യുവജനങ്ങളുണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു, അങ്ങനെ സഭ മുഴുവൻ ഉണ്ടായിരുന്നു. അവർ പാദം ചുംബിച്ചു. എളിയ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തി ചേർത്ത് നിർത്തിയും അവർക്ക് വേണ്ടി പാട്ടുപാടിയും മുടി വെട്ടിയും താടി വെട്ടിയും അവരുടെ ഇടയിൽ ആതുര സേവനം ചെയ്തും ഒക്കെ ക്രിസ്തു സാന്നിധ്യമായി അവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ SABS സിസ്റ്റേഴ്സും SH സിസ്റ്റേഴ്സും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തന്നെയാണ് സ്നേഹിച്ചത് എന്ന് അവരുടെ ശുശ്രൂഷകളിലൂടെ ഉറപ്പുവരുത്തുകയായിരുന്നു. നമ്മുടെ കണ്ണൂർ രൂപതയിലെ അലക്സ് പിതാവും ഡെന്നീസ് പിതാവും വൈദികരും ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന് ഈ ക്രിസ്തുവിൻ്റെ മുഖമുള്ള സഹോദരങ്ങളെ ചേർത്ത് നിർത്തിയത് ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. മനുഷ്യത്വത്തിൻ്റെ മാതൃകയായി തെരുവിൽ പാട്ടുപാടി 43 ലക്ഷം രൂപ സമ്പാദിച്ച് 23 രോഗികൾക്ക് നൽകിയ സന്തോഷ് കാവുമ്പായെയും സിന്ധു പരിയാരത്തെയും, അതുപോലെ തെരുവിൽ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന ദേവു എടത്തിയെയും ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തി ആദരിച്ചതും വേറിട്ട കാഴ്ചയായിരുന്നു. ഒടുക്കം പിതാക്കന്മാർ ക്രിസ്തുവിൻ്റെ മുഖമുള്ള സഹോദരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് സമ്മാനപ്പൊതികൾ നൽകി സഭയൊപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് മടങ്ങി. സ്നേഹസംഗമത്തിൽ യുവജനങ്ങൾ ആലപിച്ച ഗാനങ്ങൾ, അവർ ചെയ്ത ഡാൻസുകൾ ആ പാവപ്പെട്ട മനുഷ്യരിൽ സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവരൊരുമിച്ച് ഭക്ഷിച്ച് വയറും മനസ്സും നിറയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഭക്ഷണത്തിലൂടെ
അവർ പങ്കുവെക്കുന്നതും ഹൃദയഹാരിയായ കാഴ്ചയായിരുന്നു. ഇതിനിടയിൽ ഈ എളിയ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കണ്ട് ചില യുവജനങ്ങൾ ഭക്ഷണം വാരിക്കൊടുക്കുന്ന കാഴ്ചയും കാണാനിടയായി. ഒടുക്കം ഉദ്ധിതന്റെ സമാധാനം പരസ്പരം ആശംസിച്ച് അവർ പിരിഞ്ഞു. എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് അവസാനം ഹോളി ഫാമിലി ചർച്ചിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അവർ മടങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. വചനം പഠിക്കുന്നതിനേക്കാൾ വായിക്കുന്നതിനേക്കാൾ ജീവിക്കുന്നത് മധുരമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു അന്നത്തെ ശുശ്രൂഷ. അന്ധന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ കാരുണ്യത്തിൻ്റെ കരം നീട്ടി നിന്ന മഹാ ഇടയന് ഒരുറപ്പ്: ഈ എളിയ ശുശ്രൂഷ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. സ്വർഗത്തിൽ ഞങ്ങളുടെ ഒരു എളിയ മധ്യസ്ഥനായി ഈ ശുശ്രൂഷയുടെ വിജയത്തിനായി അങ്ങ് കരം വിരിക്കണമേ എന്നൊരു അഭ്യർത്ഥന മാത്രം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.